നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. 4 യുഗങ്ങൾ കൂടിയതാണ് ഒരു ചതുർയുഗം. അതിൻ്റെ അവസാനത്തേതാണ് കലിയുഗം. ആ കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,538ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിയുഗം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് വൃശ്ചിക മാസം 8-ാം തീയതിയാണ്. ശകവർഷം 1947 മാർഗശീർഷ മാസം 3-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 നവംബർ മാസം 24-ാം തീയതിയാണ്. ഇന്ന് ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാണ്. രാത്രിയിൽ 9:22 വരെയുള്ള സമയത്ത് ഈ തിഥിയുണ്ട്. തുടർന്ന് പഞ്ചമിയാണ്. നക്ഷത്രം വരുന്നത് പൂരാടം നക്ഷത്രമാണ്. വൈകിട്ട് രാത്രിയിൽ 9:53 വരെയുള്ള സമയത്താണ്. തുടർന്ന് ഉത്രാടമാണ്. പശുകരണമാണ്. 8:26 വരെ, രാവിലെ 8:26 വരെയാണ് പശുകരണമുള്ളത്. നിത്യയോഗം വരുന്നത് ശൂലനാമ നിത്യയോഗമാണ്. ഉച്ചയ്ക്ക് 12:36 വരെയാണ് ശൂലനാമ നിത്യയോഗം വരുന്നത്. ഞാറ്റുവേല അനിഴം ഞാറ്റുവേലയാണ്. ഹേമന്ത ഋതുവാണ്. ദക്ഷിണായന കാലമാണ്. ഇന്ന് ദിവസം തിങ്കൾ ചന്ദ്രൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:25 4 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 5:56 5 അസ്തമയം സംഭവിക്കുന്നു. മധ്യകേരളത്തിലെ ഉദയാസ്തമയങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 31 1 പകലിൻ്റെ ദൈർഘ്യമാണ് ഈ ദിനമാനം എന്ന് പറയുന്നത്. രാഹുകാലം സംഭവിക്കുന്നത് രാവിലെ 7:51 തുടങ്ങി 9:17 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് ഉച്ചയ്ക്ക് 1:36 തുടങ്ങി 3:03 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് രാവിലെ 10:44 തുടങ്ങി 12:10 വരെയുള്ള സമയത്താണ്. ഈ 3 രാഹുഗുളിക യമകണ്ഠകാലങ്ങൾ പൊതുവെ ശുഭകർമ്മങ്ങൾക്ക് വർജിച്ചിട്ടുള്ളതാണ്. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:46 മുതൽക്ക് 12:08 വരെയും തുടർന്ന് 4 മിനിറ്റ് മധ്യം വർജിച്ചിട്ട് 12:12 മുതൽക്ക് 12:34 വരെയുള്ള സമയത്താണ് അഭിജിത്ത് മുഹൂർത്തം. മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസങ്ങളിൽ ഒരു ശുഭമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യസമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് ഇടവക്കൂറുകാർക്കാണ്. കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമല്ല. അവർ നൂതനമായിട്ടുള്ള പദ്ധതികൾ ആരംഭം കുറിക്കുക മുതലായിട്ടുള്ളവ ഇന്ന് ഉപേക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് പൂരാടം നക്ഷത്രമാണ്. മറ്റ് ശുഭകർമ്മങ്ങൾക്ക് പൂരാടം നക്ഷത്രം അനുകൂലമല്ല. വാപി, കൂപ്പ, തടാകാദികൾ കുഴിക്കുക അല്ലെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, വിഗ്രഹം വാർക്കുക, കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ക്രൂരകർമ്മങ്ങൾക്ക് മരം മുറിക്കുക, ഇതിനൊക്കെയാണ് ഈ പൂരാടം നക്ഷത്രം അനുകൂലമായിട്ടുള്ളത്. ചതുർത്ഥി തിഥിയാണ്. ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാണ്. യുദ്ധ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ശത്രുവധം, അതുപോലെ ബന്ധനം, വിഷസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ളവ സംയോജിപ്പിക്കുക, അസ്ത്ര, അഗ്നി മുതലായവ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ക്രിയകൾ, ഇതൊക്കെയും ആണ് ചെയ്യാൻ അനുകൂലം. മറ്റ് ശുഭകർമ്മങ്ങൾക്ക് വർജിച്ചിട്ടുള്ള ദിവസമാണ്. ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി തിഥി ഗണപതിയെ സേവിക്കാൻ വളരെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. നമസ്കാരം.